ഹലോ ഫ്രണ്ട്സ്, ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസിന്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെയ്ബർഹുഡ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്താണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. സോ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഓഫ് റിയൽ നമ്പേഴ്സ് സേസ് ദാറ്റ് absolute value of a plus b is less than or equal to absolute value of a plus absolute value of b for every a and b in R. Okay, and we have studied certain corollaries of this triangle inequality. ഇവിടെ ഞാൻ പറഞ്ഞു നെയ്ബർഹുഡ്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെയ്ബർഹുഡ് എന്താണ് എന്നറിയാനായിട്ട് നമുക്ക് ആദ്യം റിയൽ ലൈൻ ഒന്നും കൂടി ഒന്ന് നോക്കാം. എന്താണ് റിയൽ ലൈൻ? റിയൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയാണ് റിയൽ ലൈൻ. സോ ഹിയർ വി ഹാവ് 0 ആൻഡ് എവറി റിയൽ നമ്പർ ഹാസ് എ യുണീക്ക് പൊസിഷൻ ഇൻ ദിസ് ലൈൻ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ഒരു നമ്പർ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, സീറോയിൽ നിന്ന് ഒറിജിനിൽ നിന്ന് ഈ എയിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് വിളിക്കുന്നത്. ഇഫ് ദിസ് ഇസ് ബി, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി എന്ന് വിളിക്കുന്നത്. സോ we will denote the distance between a and b. Here we have here we have a and here we have b. So the distance between a and b is absolute value of a minus b. Whatever b, a minus b പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവ് ആയാലും ശരി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നതിനെ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ആൻഡ് ബി ആണ് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി നെയ്ബർഹുഡ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് കടക്കാം. അതിന് നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് ആവശ്യമാണ്. സോ I'm taking a real number, say x. So x is somewhere here. And let epsilon be some positive number. Epsilon is ഏതോ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. എപ്സിലണിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഒറ്റ നിർബന്ധമേ ഉള്ളൂ, അതിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് ഈ എക്സിന്റെ എപ്സിലൺ നെയ്ബർഹുഡ് എന്താണ് എന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പൊ എക്സിന്റെ നെയ്ബർഹുഡ്, എപ്സിലൺ നെയ്ബർഹുഡ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട്, സപ്പോസ് നിങ്ങളുടെ വീട് ഒരു ലൈനിലാണ് എന്ന് കരുതുക. നിങ്ങളുടെ വീട് ഇവിടെയാണ്. ഇവിടെയൊക്കെ കുറെ വീടുകളുണ്ട്. സോ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങളുടെ 1 കിലോമീറ്റർ നെയ്ബർഹുഡ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ഇതാണ് നിങ്ങളുടെ വീട് എന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകുന്നുണ്ട്. ചുറ്റുവട്ടത്തൊന്നും വേറെ വീടുകളൊന്നുമില്ല. ബാക്കി ഇവിടെയൊക്കെ വേക്കൻറ്റ് സ്പേസ് ആണ്. അതിന്റെ ഇവിടെയൊക്കെ വേക്കൻറ്റ് സ്പേസ് ആണ്, ഇവിടെയൊക്കെ വേക്കൻറ്റ് സ്പേസ് ആണ്. ഒരു ലൈനിലായിട്ടാണ് നിങ്ങളുടെ വീടുള്ളത് എന്ന് കരുതുക. സോ സംബഡി ആസ്ക് യു, എന്താണ് നിങ്ങളുടെ 1 കിലോമീറ്റർ നെയ്ബർഹുഡിൽ ആരൊക്കെയാണ് ഉള്ളത്, ആരുടെയൊക്കെ വീടുകളാണുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? 1 കിലോമീറ്റർ നമ്മൾ ലെഫ്റ്റിലേക്കും പോകും, 1 കിലോമീറ്റർ റൈറ്റിലേക്കും പോകും. എന്നിട്ട് 1 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ലെഫ്റ്റിലേക്ക് 1 കിലോമീറ്റർ, റൈറ്റിലേക്ക് 1 കിലോമീറ്റർ, അതിനുള്ളിൽ ആരൊക്കെയുണ്ടോ അതാണ് നമ്മളുടെ 1 കിലോമീറ്റർ നെയ്ബർഹുഡിലുള്ള വീടുകൾ. ഇതുപോലെ നമുക്ക് ഇവിടെ നമ്മളൊരു ലൈനിനാണ് ഉള്ളത്. വി ആർ ഇൻ റിയൽ ലൈൻ അല്ലെ? സോ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. എക്സിന്റെ എപ്സിലൺ നെയ്ബർഹുഡ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. So you can go a distance epsilon to this side. ഇങ്ങോട്ട് നമുക്ക് ഇതാണ് എപ്സിലൺ എന്ന് വിചാരിക്കുക. This is epsilon. And you can move up to an epsilon distance on this side. രണ്ട് സൈഡിലേക്ക് നമുക്ക് എപ്സിലൺ ഡിസ്റ്റൻസ് പോവാം. അപ്പോൾ ഈ സൈഡിലേക്ക് എപ്സിലൺ ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? We will reach at x minus epsilon. And if നമ്മൾ മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ, അതായത് നമ്മൾ റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ, we will reach at x plus epsilon. Okay, so epsilon neighborhood of x എന്ന് പറയുമ്പോൾ
എക്സ് മൈനസ് എപ്സിലൺ തുടങ്ങി എക്സ് പ്ലസ് എപ്സിലൺ വരെ ഉള്ള എല്ലാവരും ചേർന്നതാണ് എക്സിന്റെ എപ്സിലൺ നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇവിടെ നെയ്ബർഹുഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ എക്സ് മൈനസ് എപ്സിലൺ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എപ്സിലൺ എന്നല്ല, എക്സിന്റെ എപ്സിലൺ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, എപ്സിലൺ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ എപ്സിലൺ ഡിസ്റ്റൻസിലുള്ള ആളെ നമ്മൾ കൺസിഡർ ചെയ്യില്ല, അതിനുള്ളിൽ വരുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. സോ ദാറ്റ് എക്സ് മൈനസ് എപ്സിലൺ ഈ നെയ്ബർഹുഡിൽ ഇല്ല, അതുപോലെ എക്സ് പ്ലസ് എപ്സിലണും ഈ നെയ്ബർഹുഡിൽ ഇല്ല, അതിന്റെ ഉള്ളിലുള്ളവരെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെ വരുമ്പോ സപ്പോസ് ഐ എം ടേക്കിംഗ് എ വൈ, ഈ വൈ എന്ന് പറയുന്നത് ഈ എപ്സിലൺ നെയ്ബർഹുഡിന്റെ ഉള്ളിലുള്ളതാണെന്ന് വിചാരിക്കുക, എക്സിന്റെ എപ്സിലൺ നെയ്ബർഹുഡിന്റെ ഉള്ളിലാണെന്ന് വിചാരിക്കുക. അപ്പോ ഈ എപ്സിലൺ നെയ്ബർഹുഡിലെ എക്സിന്റെ എപ്സിലൺ നെയ്ബർഹുഡിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെയ്ബർഹുഡിലെ ഏത് പോയിന്റ് എടുത്താലും അതും എക്സും തമ്മിൽ എപ്സിലൺ ഡിസ്റ്റൻസിൽ കുറവേ ഉണ്ടാവുള്ളൂ. The distance between that number and x will be strictly less than epsilon. അങ്ങനെയാണ് നമ്മൾ ഈ നെയ്ബർഹുഡ് എടുക്കുന്നത്, അല്ലെ? അപ്പൊ ഈ y എന്ന് പറയുന്നത് ഈ എപ്സിലൺ നെയ്ബർഹുഡിൽ ഉണ്ടെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള അകലം, എക്സും വൈയും തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് y മൈനസ് എക്സ് എന്ന് വിളിക്കുന്നത്. ദിസ് വിൽ ബി ലെസ് ദാൻ എപ്സിലൺ. സോ ഈ അബ്സല്യൂട്ട് വാല്യൂവിന്റെ ടേംസിലാണ് നമ്മൾ ഈ എപ്സിലൺ നെയ്ബർഹുഡിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എപ്സിലൺ നെയ്ബർഹുഡ് ഓഫ് എക്സ് എന്താണെന്നുള്ളതാണ്. എപ്സിലൺ നെയ്ബർഹുഡ് ഓഫ് എക്സ്. So let x be a real number and epsilon greater than 0, epsilon greater than 0, then the epsilon neighborhood of x is defined as, ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് v epsilon of x എന്നാണ്, v epsilon of x. ഓക്കെ, ഈ v epsilon of x നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്: set of all y in R such that distance between x and y means absolute value of x and y is less than epsilon. So epsilon neighborhood of x എന്ന് പറയുമ്പോൾ set of all y in R whose distance from x is less than epsilon. x ൽ നിന്ന് epsilon ഡിസ്റ്റൻസിന് ഉള്ളിൽ വരുന്ന ആൾക്കാരുടെ കളക്ഷൻ, അതിനെയാണ് നമ്മൾ എപ്സിലൺ നെയ്ബർഹുഡ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എക്സാക്ട് ഡെഫിനിഷൻ. അപ്പൊ മീനിങ് എന്താണ്, അതിന്റെ ജോമെട്രിക്കൽ കൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ സപ്പോസ് ഈ y എന്ന് പറയുന്ന ഒരു എലമെന്റ്, സപ്പോസ് മൈ y ഈസ് ആൻ എലമെന്റ് ഓഫ് v epsilon of x. Okay, if y is an element of v epsilon of x, then this implies absolute value of x minus y is less than epsilon. If absolute value of x minus y is less than epsilon, we can say that minus epsilon less than x minus y less than epsilon. Because നമ്മൾ കഴിഞ്ഞ absolute value പഠിച്ച സമയത്ത് ഒരു പ്രോപ്പർട്ടി പഠിച്ചിരുന്നു, if c is greater than 0 then mod a less than or equal to c implies and implied by minus c less than or equal to a less than or equal to c. സോ ഞാൻ ആ പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്തു. ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, സോ ഇനീക്വാലിറ്റി ഫുൾ സ്ട്രിക്ട്ലി ലെസ് ആണ്. ഇതിങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ മൈനസ് എപ്സിലനും എപ്സിലനും ഇടയിലാണെങ്കിൽ y മൈനസ് എക്സ് എന്ന് പറയുന്നതും ലെസ് ദാൻ എപ്സിലണിനും മൈനസ് എപ്സിലണിനും ഇടയിലാണ്. ത്രൂ ഔട്ട് മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദിസ്. ആൻഡ് ദിസ് ഇംപ്ലൈസ്, സപ്പോസ് ഐ ആം ആഡിങ് എക്സ് ത്രൂ ഔട്ട്, എക്സ് നമ്മൾ ഇതിലൊക്കെ ഈ ഇനീക്വാലിറ്റി കംപ്ലീറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് എക്സ് മൈനസ് എപ്സിലൻ ലെസ് ദാൻ വൈ ലെസ് ദാൻ എക്സ് പ്ലസ് എപ്സിലൻ. നമുക്ക് കിട്ടിയത് ഇതാണ്: ഇഫ് y is in
epsilon neighborhood of x, then this implies and implied y lies between x minus epsilon and x plus epsilon. അതായത് നമ്മൾ നേരത്തെ ജോമെട്രിക്കലി കണ്ട കാര്യം അനലിറ്റിക് ആയിട്ട് ഇവിടെ പറയുന്നു. ഇത്രയേ ഉള്ളൂ. So we can say that this v epsilon of x എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയും പറയാം, set of all y element of R such that x minus epsilon less than y less than x plus epsilon. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഓപ്പൺ ഇന്റർവെൽ എക്സ് മൈനസ് എപ്സിലൺ എക്സ് പ്ലസ് എപ്സിലൺ തന്നെയാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, തൽക്കാലം നമ്മൾ അതിനെ ഓപ്പൺ ഇന്റർവെൽ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോണേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, ഇവിടെ കൊണ്ട് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. ഇതാണ് എപ്സിലൺ നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചോദിക്കുകയാണ്, നമ്മളുടെ എല്ലാ നെയ്ബർഹുഡിലുമുള്ള ഒരാളാരാണ്? ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങളോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ്. ഓക്കെ, അങ്ങനെ ആ ക്ലോസ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നമ്മൾ കൂടുതൽ നിങ്ങളിലേക്ക് ചുരുക്കി കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അതായത് നിങ്ങളെ ഏറ്റവും നന്നായി അറിയുന്ന, നിങ്ങളോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആള്, എത്രത്തോളം ക്ലോസ് ആവാൻ പറ്റുന്ന അത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള ഒരാള് എന്ന് പറയുന്നത് അത് നിങ്ങൾ മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ അതുപോലെയാണ് നമ്മുടെ അടുത്ത തിയറം പറയുന്നത്. സോ ദ തിയറം says that let a be a real number, then if x element of v epsilon of x for all epsilon greater than 0, അതായത് x എന്ന് പറയുന്നയാള് v epsilon of a യുടെ എല്ലാ നെയ്ബർഹുഡിലും ഉണ്ട് എന്ന് വിചാരിക്കുക, then x will be a itself. X is equal to a itself. ഇതാണ് നമ്മുടെ തിയറം. So how can we prove this theorem? നമുക്കിവിടെ എന്താണ് തന്നിരിക്കുന്നത്? x element of epsilon neighborhood of a for all epsilon greater than 0 means x is in every epsilon neighborhood of a. എപ്പോഴാണ് നമ്മൾ x എയുടെ എപ്സിലൺ നെയ്ബർഹുഡിലുണ്ട് എന്ന് പറയാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എ മസ്റ്റ് ബി ലെസ് ദാൻ എപ്സിലൺ. ദിസ് ഷുഡ് ബി ട്രൂ ഫോർ എവരി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. ഇവിടെ നമുക്ക് ഒരു കാര്യം അറിയാം, ഈ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്, നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ. സോ ഈ മോഡ് എക്സ് മൈനസ് എ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. At the same time it is less than epsilon for all epsilon greater than 0. Okay, നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഒരു തിയറം പഠിച്ചിരുന്നു. If 0 less than or equal to a less than epsilon for all epsilon greater than 0, then a is equal to 0. Okay, അപ്പോൾ ഈ റിസൾട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് എൻ്റെ കയ്യിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എ. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കണം? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എ മസ്റ്റ് ബി ഈക്വൽ ടു 0. എപ്പോഴാണ് അബ്സല്യൂട്ട് വാല്യൂ 0 ആകുക? 0ന് മാത്രമേ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 0 ആവുള്ളൂ. സോ this implies x minus a is equal to 0. If x minus a equal to 0, then we can say that x is equal to a itself. So നമ്മളോട് arbitrarily ക്ലോസ് ആയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇപ്പൊ നമ്മൾ ഈ പ്രൂവ് ചെയ്തത്. എക്സിന്റെ എല്ലാ നെയ്ബർഹുഡിലുമുള്ള ഒരേ ഒരാൾ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. ഓക്കെ, നൗ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സപ്പോസ് ഈ എപ്സിലൺ നെയ്ബർഹുഡിന്റെ ചില എക്സാമ്പിൾസ് ആണ്. Suppose u
ഞാൻ യു എന്ന് പറഞ്ഞെടുക്കുകയാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് 0 less than x less than 1. So here you have 0, here you have 1. So നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന യു എന്ന് പറയുന്നത് ഇതാണ്, 0ക്കും 1നും ഇടയിലുള്ള എല്ലാവരും. ഓക്കെ, നൗ ഈ 0 1ൽ നിന്ന് ഈ 0 1 ഞാൻ ഇത്തിരി വലുതാക്കി വരയ്ക്കുകയാണ്. ഹിയർ ഐ ഹാവ് 0 ആൻഡ് ഹിയർ ഐ ഹാവ് 1. ഇതിന്റെ ഇടയിൽ നിന്ന് ഞാനൊരു യു എടുത്തു അല്ലെങ്കിൽ ഒരു എ എടുത്തു. ഓക്കെ, ഹിയർ ഐ ഹാവ് എൻ എ. എന്നിട്ട് ചോദിക്കുകയാണ് ഈ എയുടെ ഏതെങ്കിലും എപ്സിലൺ നെയ്ബർഹുഡ് 0ക്കും 1നും ഇടയിലുണ്ടോ? എ എന്ന് പറയുന്നത് ഇവിടെ ആവാം, അതുപോലെ വേണമെങ്കിൽ എ ഇവിടെയും ആവാം, അതല്ലെങ്കിൽ ഇവിടെയും ആവാം, ഓർ ഏതാണ്ട് കറക്റ്റ് മിഡിലായിട്ട് ഇവിടെയും വേണമെങ്കിൽ ആവാം. അപ്പൊ എ എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലുള്ള ആരാണെന്ന് നമുക്കറിയില്ല. എന്നിട്ട് ചോദിക്കുകയാണ് 0ന്റെ ഏതെങ്കിലും ഒരു എപ്സിലൺ നെയ്ബർഹുഡ്, 0ന്റെ അല്ല ഈ എയുടെ ഏതെങ്കിലും ഒരു എപ്സിലൺ നെയ്ബർഹുഡ് 0ക്കും 1നും ഇടയിലുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എയിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര ദൂരം പോകാൻ പറ്റും? എയിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇപ്പൊ ഞാനിനി ഒരു എ മാത്രം നിർത്തി ബാക്കിയുള്ള എകളെയൊക്കെ തൽക്കാലം കളയാണ് കേട്ടോ. സോ ഐ ഹാവ് എ ഹിയർ. സോ എയിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് എനിക്ക് 0 എത്തുന്നത് വരെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് 0യിലേക്കുള്ള അകലം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഇറ്റ്സെൽഫ്. ഇനി അടുത്തതായിട്ട് എനിക്ക് എയിൽ നിന്ന് 1ലേക്ക് എയിൽ നിന്ന് റൈറ്റിലേക്ക് എത്ര ദൂരം പോകാൻ പറ്റും? എയിൽ നിന്ന് റൈറ്റിലേക്ക് എനിക്ക് 1 എത്തുന്നത് വരെ പോകാൻ പറ്റുള്ളൂ. സോ മാക്സിമം എനിക്ക് പോകാൻ പറ്റുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് 1 എത്രയാണോ അത്രയുമാണ്. ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് 1 എന്ന് പറയുന്നത് 1 മൈനസ് എ ആയിരിക്കും, അല്ലെ? സോ എനിക്ക് രണ്ട് സൈഡിലേക്കും ഒരുപോലെ എപ്സിലൺ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ആലോചിക്കണം, എയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതും റൈറ്റിലേക്ക് പോകുന്നതും എപ്സിലൺ ഡിസ്റ്റൻസ്, രണ്ട് സൈഡിലേക്കും ഒരേ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പോകുന്നത്. സോ എനിക്ക് ഇവിടെ എത്ര ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും? സോ നമ്മൾ നോക്കി, ലെഫ്റ്റിലേക്ക് എ ഡിസ്റ്റൻസ് പോവാം, റൈറ്റിലേക്ക് 1 മൈനസ് എ ഡിസ്റ്റൻസ് പോവാം. സോ രണ്ട് സൈഡിലേക്കും കൂടി പോകാൻ പറ്റുന്നത് എത്രയാണ്? സോ നമ്മൾ നോക്കുകയാണ്, ആരാണോ മിനിമം ഓഫ് എ ആൻഡ് 1 മൈനസ് എ, അത്രയും ദൂരം എനിക്ക് എയിൽ നിന്ന് ലെഫ്റ്റിലേക്കും പോകാൻ പറ്റും റൈറ്റിലേക്കും പോകാൻ പറ്റും. സോ ആ ക്വാണ്ടിറ്റിയെ ഞാൻ എപ്സിലൺ എന്ന് വിളിച്ചു. സോ എപ്സിലൺ ഇസ് മിനിമം ഓഫ് എ ആൻഡ് 1 മൈനസ് എ. അപ്പൊ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ വി എപ്സിലൺ ഓഫ് എന്റെ എപ്സിലൺ നെയ്ബർഹുഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 0 1ന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഇതാണ്. ഇപ്പൊ നമ്മൾ എടുത്തത് എ ആയിട്ട് എടുത്തത് 3/4 ആണ് എന്ന് കരുതുക. 3/4 ആണെങ്കിൽ this is 0, here you have 1. 3/4 എന്ന് പറയുന്നത് 1നോട് കൂടുതൽ അടുത്താണ്. ഓക്കെ, this 3/4 is more near to 1. So നമ്മൾ നോക്കുകയാണ്, what is a? A is 3/4. Then 1 minus a, 1 minus 3/4 is 1/4. So minimum of this എന്ന് പറയുന്നത് 1/4 ആണ്. So that നമുക്ക് 1/4 ഡിസ്റ്റൻസ് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. 1/4 ഡിസ്റ്റൻസ് 3/4ൽ നിന്ന് 1/4 ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്ക് വന്നാൽ നമുക്കിവിടെ 1/2 കിട്ടും. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ we will get 1. So 3/4നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ 1/4 നെയ്ബർഹുഡ് എന്ന് പറയുന്നത് 1/2 1 ആണ്. ഓക്കെ, സോ ഇതാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത്, മിനിമം ഓഫ് ദാറ്റ് എടുക്കുക. ഇനി ഇതുപോലെ ഇപ്പൊ ഞാൻ എടുത്ത യു എന്ന് പറയുന്നത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആയിരുന്നു. അപ്പൊ അതിന് പകരം ഞാനിപ്പോ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് എടുക്കുന്നതെങ്കിലും
ഇതുപോലെ തന്നെ നമുക്ക് എപ്സിലൺ ചൂസ് ചെയ്താൽ ഏത് നമ്പർ നമ്മൾ ഓപ്പൺ ഇന്റർവൽ 0-1 നിന്ന് എടുത്താലും അവരുടെയൊക്കെ എപ്സിലൺ നെയ്ബർഹുഡ്സ് ഇവിടെ വരും. പക്ഷേ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന സെറ്റില് 0-യും ഉണ്ട് 1-ഉം ഉണ്ട്. വി ആർ ഇൻക്ലൂഡിങ് 0 ആൻഡ് 1. ഇനി ഈ 0ന്റെ ഒരു എപ്സിലൺ നെയ്ബർഹുഡ് ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. സോ 0-യിൽ നിന്ന് എപ്സിലൺ ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്കും എപ്സിലൺ ഡിസ്റ്റൻസ് റൈറ്റിലേക്കും പോയി. സോ ദാറ്റ് I will get minus epsilon. ഓക്കെ, ഇതില് മൈനസ് എപ്സിലൺ മുതൽ 0 വരെയുള്ള ഭാഗം എവിടെ ഉണ്ടാവില്ല? ക്ലോസ്ഡ് ഇന്റർവൽ 0-1 ഉണ്ടാവില്ല. മൈനസ് എപ്സിലൺ തുടങ്ങി, ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവൽ 0-1. സോ മൈനസ് എപ്സിലൺ തുടങ്ങി 0 വരെയുള്ള ഭാഗത്തുള്ള ആരും ക്ലോസ്ഡ് ഇന്റർവൽ 0-1 ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് 0ന്റെ ഒരു എപ്സിലൺ നെയ്ബർഹുഡ് പോലും സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0-1 ആവില്ല. ഇതുപോലെ തന്നെ നമ്മൾ 1 എടുത്തു എന്ന് വിചാരിക്കാം. 1ന്റെ ഒരു എപ്സിലൺ നെയ്ബർഹുഡ്, 1ൽ നിന്ന് എപ്സിലൺ ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്ക്. സോ യു വിൽ റീച്ച് അറ്റ് 1 മൈനസ് എപ്സിലൺ. ആൻഡ് 1ൽ നിന്ന് എപ്സിലൺ ഡിസ്റ്റൻസ് നമുക്ക് ലെഫ്റ്റിലേക്കും പോകാൻ പറ്റും. സോ ദാറ്റ് യു വിൽ റീച്ച് അറ്റ്, here you will reach at 1 plus epsilon. ഈ നെയ്ബർഹുഡ് നോക്കാം. 1ന്റെ എപ്സിലൺ നെയ്ബർഹുഡ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. വി എപ്സിലൺ ഓഫ് 1 ആണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. വി എപ്സിലൺ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് എപ്സിലൺ 1 പ്ലസ് എപ്സിലൺ ആണ്. ഇതില് 1 മുതൽ 1 പ്ലസ് എപ്സിലൺ വരെയുള്ള ഈ ഭാഗം 1 will be there. 1 തുടങ്ങി 1 പ്ലസ് എപ്സിലൺ വരെയുള്ള ആൾക്കാര് ക്ലോസ്ഡ് ഇന്റർവൽ 0-1ന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ വി എപ്സിലൺ ഓഫ് 1 എന്ന് പറയുന്നതും എന്തിന്റെ സബ്സെറ്റ് ആവില്ല? ക്ലോസ്ഡ് ഇന്റർവൽ 0-1ന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കില്ല. സോ നമ്മൾ നേരത്തെ ഓപ്പൺ ഇന്റർവൽ 0-1 ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഏത് പോയിന്റ് എടുത്താലും അതിന്റെ ഒരു എപ്സിലൺ നെയ്ബർഹുഡ് എങ്കിലും ആ ഓപ്പൺ ഇന്റർവൽ 0-1ന്റെ ഉള്ളിൽ തന്നെ ആയിട്ട് കിട്ടി. പക്ഷെ ക്ലോസ്ഡ് ഇന്റർവൽ എടുക്കുമ്പോൾ അത് ശരിയാവുന്നില്ല. ആരുടെയൊക്കെ നെയ്ബർഹുഡ്സ് ഈ ക്ലോസ്ഡ് ഇന്റർവൽ 0-1ന്റെ ഉള്ളിൽ ഉണ്ടാവില്ല? 0ന്റെയും ഉണ്ടാവില്ല, 1ന്റെയും ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പ്രോപ്പർട്ടിയും കൂടി കാണാം. ഒരു നോട്ടായിട്ട് കൺസിഡർ ചെയ്താൽ മതി. സപ്പോസ് എക്സ് എന്ന് പറയുന്നത് വി എപ്സിലൺ ഓഫ് എയിൽ ഉണ്ട് എന്ന് കരുതാം. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ, അതുപോലെ ബി എന്ന് പറയുന്നതും ഒരു റിയൽ നമ്പർ ആണ്. എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. എക്സ് വി എപ്സിലൺ ഓഫ് എയിൽ ഉണ്ട് ആൻഡ് വൈ വി എപ്സിലൺ ഓഫ് ബിയിൽ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എക്സ് എയുടെ നെയ്ബർ ആണ്, വൈ ബിന്റെ നെയ്ബർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് വി 2 എപ്സിലൺ ഓഫ് എ പ്ലസ് ബി ആയിരിക്കും എന്നാണ് അടുത്ത റിസൾട്ട്. അപ്പോൾ എക്സ് വി എപ്സിലൺ ഓഫ് എയിലും വൈ വി എപ്സിലൺ ഓഫ് ബിയിലും ഉണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് വി 2 എപ്സിലൺ ഓഫ് എ പ്ലസ് ബിയിൽ ഉണ്ടായിരിക്കും എന്നാണ് ഈ റിസൾട്ട് പറയുന്നത്. സോ നമുക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഈസ് ഇൻ വി എപ്സിലൺ ഓഫ് എ എന്ന് വെച്ചാൽ absolute value of x minus a less than epsilon ആണ്. അതുപോലെ നമ്മളിവിടെ മോഡുലസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ മൈനസ് എപ്സിലൺ ലെസ് ദാൻ എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലൺ എന്ന് നമുക്ക് കിട്ടും. വീണ്ടും ത്രൂ ഔട്ട് നമ്മളൊരു എ ആഡ് ചെയ്യുകയാണെങ്കിൽ എ മൈനസ് എപ്സിലൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് എപ്സിലൺ എന്ന് നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മൾ y എവിടത്തെ ആളാണ്?
ബി എപ്സിലൺ ഓഫ് ബിയിലുള്ളയാളാണ് y. ഇതേപോലെ നമ്മൾ സ്റ്റെപ്സിൽ പോയി കഴിഞ്ഞാൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് ബി മൈനസ് എപ്സിലൺ ലെസ് ദാൻ y ലെസ് ദാൻ ബി പ്ലസ് എപ്സിലൺ എന്ന് കിട്ടും. ഈ രണ്ട് ഇനീക്വാലിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യാം. സോ ദാറ്റ് വി വിൽ ഗെറ്റ് a plus b minus 2 epsilon less than x plus y less than a plus b minus 2 epsilon. Okay. ഇതിൽ നമ്മൾ a plus b ത്രൂ ഔട്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2 epsilon is less than x plus y minus a plus b less than 2 epsilon എന്ന് കിട്ടും. Okay. And this means absolute value of x plus y minus a plus b is less than 2 epsilon. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x plus y എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? It will be in the 2 epsilon neighborhood of a plus b. This is what we have to prove. Okay. ഇതോടുകൂടി നമ്മുടെ 2.2 എന്നുള്ള സെക്ഷൻ അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ എന്നുള്ള സെക്ഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. എന്ന് വെച്ച് ഇതിവിടെ അവസാനിക്കുന്നില്ല. ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ എക്സസൈസിൽ. അത് അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് മൂഡിൽ അപ്ലോഡ് ചെയ്യും. സോ ടൈംലി അതൊക്കെ സബ്മിറ്റ് ചെയ്യാം ആൻഡ് സ്റ്റഡി വെൽ. അടുത്ത സെഷനിൽ നമ്മൾ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യും. So all the best. Bye.